കുട്ടികളെ, നിങ്ങളെല്ലാവരും വിക്ടേഴ്സ് ചാനലിൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ട് 1 കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് അതിൻ്റെ പാർട്ട് 2 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഭാഗങ്ങൾ ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ ക്ലോസ് പാക്കിംഗ് പലതരത്തിലുണ്ട്. 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്. പിന്നെ എന്താണ് കോർഡിനേഷൻ നമ്പർ, എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി, ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെൻസിറ്റി എങ്ങനെ കാണാം ഒരു ക്രിസ്റ്റലിൻ്റെ, അതുപോലെ തന്നെ സോളിഡ്സിലുള്ള ഇംപെർഫെക്ഷൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 2 നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ തന്നിട്ടുള്ള ആ നോട്ട് തുറന്നു വയ്ക്കുക. അതിൽ ഈ ഭാഗങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് ക്ലോസ് പാക്കിംഗ് ആണ്. ക്ലോസ് പാക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയെല്ലാം ആറ്റംസിനെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു ബേക്കറിയിൽ പോയി നോക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു ഫ്രൂട്ട് സ്റ്റാളിലാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഓറഞ്ചോ ആപ്പിളോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു ബേക്കറിയിൽ എങ്ങനെയാണ് ലഡു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഒരു ഐഡിയ കിട്ടും. പ്രധാനമായിട്ട് ക്ലോസ് പാക്കിംഗ് 3 തരത്തിലുണ്ട്. 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ആ ഡയഗ്രാം മാത്രം നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, ആറ്റംസിനെ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് 1 ഡയമെൻഷണൽ പാക്കിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്ത 2 ഡയമെൻഷണൽ പാക്കിംഗ് നോക്കുക. 2 രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തേൽ കാണാൻ സാധിക്കും, ഒരു സ്പിയറിൻ്റെ നേരെ താഴെയാണ് അടുത്തത് വരുന്നത്. ആ രീതിയിലുള്ള പാക്കിംഗ് ആണ് ആദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ പാക്കിങ് നോക്കുമ്പോൾ അതിൽ നിങ്ങൾ നടുവിലുള്ള ആറ്റം നോക്കുക. ആ നടുവിലുള്ള ആറ്റത്തിനെ അതിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് അതിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആറ്റംസ് എത്ര ഉണ്ടെന്ന് നോക്കുക. ആ നടുവിലുള്ള ആറ്റം എടുത്ത് നോക്കുമ്പോൾ അതിനെ ടച്ച് ചെയ്തിട്ട് 4 ആറ്റംസാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ ചേർത്ത് വരച്ചു, നമുക്ക് അവിടെ ഒരു സ്ക്വയർ കിട്ടി. സോ ദാറ്റ് ഈസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അടുത്തത് നോക്കുക. അടുത്തതും 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് തന്നെയാണ്. പക്ഷേ അതിലെ വ്യത്യാസം നിങ്ങൾ കാണുന്നത്, നമ്മൾ ആദ്യം ഒരു റോ അറേഞ്ച് ചെയ്തു, അതിനുശേഷം ആ സ്പിയറിന് ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകളിലാണ് അടുത്ത സ്പിയറുകൾ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിൽ നടുവിലുള്ള ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ ടച്ച് ചെയ്യുന്ന ആറ്റംസ് എടുത്താൽ ആകെ 6 ആറ്റംസ് ഉണ്ട്. അത് ചേർത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അതിൻ്റെ സെൻറ്റർ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെക്സഗൺ കിട്ടുന്നു. സോ ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന കാര്യം, 2 ഡയമെൻഷണൽ പാക്കിംഗ് 2 തരത്തിലുണ്ട്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് എങ്ങനെയെല്ലാം ആറ്റംസിനെ പാക്ക് ചെയ്യാന്നുള്ളത്. ഇതുകൂടാതെ 3 ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്. നമ്മളതിവിടെ റെഫർ ചെയ്യുന്നില്ല. അത് 2 തരത്തിലുണ്ടെന്നുള്ള മനസ്സിലാക്കുക. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അങ്ങനെ 2 തരത്തിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്ത നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നുള്ളതാണ്. നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിനെ ടച്ച് ചെയ്തിട്ട് എത്ര ആറ്റംസ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. നമുക്ക് ഒന്നുകൂടെ പുറകിലേക്ക് പോവാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരാറ്റത്തിനെ ടച്ച് ചെയ്തിട്ട് 4 ആറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4ആണ്. അതേസമയം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ ഒരാറ്റത്തിനെ ടച്ച് ചെയ്തിട്ട് 6 ആറ്റംസ് ഉണ്ട്. സോ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 6. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അടുത്തത് നമുക്കറിയേണ്ടത് എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി. ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയറാണ്. എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് പാക്ക് ചെയ്യാം, ആറ്റംസിനെ എത്രത്തോളം ഭംഗിയായിട്ട് പാക്ക് ചെയ്യാം എന്നുള്ളതാണ് പാക്കിംഗ് എഫിഷ്യൻസിയിൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിൽ ഓരോന്നിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നോക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ FCC. ഇതിന് 3ഉം FCCക്കും എല്ലാത്തിനും കൂടെ പറയുന്നത് ഒരേ പേര് തന്നെയാണ്. ഇതിൻ്റെ ക്ലോസ് പാക്കിംഗ് കാണാനുള്ള ഇക്വേഷൻ നോക്കുക. അതായത് വോളിയം ഓക്യുപ്പൈഡ് ബൈ 4 സ്പിയേഴ്സ് ഉണ്ട്. ഈ 4 സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. FCCയെ സംബന്ധിച്ച് ഇഫക്റ്റീവ് ആറ്റംസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോളിയം ഓക്യുപ്പൈഡ് ബൈ 4 സ്പിയേഴ്സ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100 ഇതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 74% ആണ്. കാണേണ്ട വിധമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ ഈ വാല്യൂ മാത്രം കാണാതെ പഠിക്കുക. അതായത് ഒരു HCP, CCP അല്ലെങ്കിൽ FCCയെ സംബന്ധിച്ച് പാക്കിംഗ് എഫിഷ്യൻസിയുടെ വാല്യൂ 74% ആണ്. ആ വാല്യൂ കാണാതെ പഠിക്കുക. അടുത്ത പാക്കിംഗ് എഫിഷ്യൻസി ഇൻ BCC ആണ്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിനെ സംബന്ധിച്ച് ഇഫക്റ്റീവ് ആറ്റംസ് എന്ന് പറയുന്നത് 2 ആണ്. സോ വോളിയം ഒക്യുപ്പൈഡ് ബൈ 2 സ്പിയേഴ്സ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100 ആണ് നമ്മളവിടെ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 68% ആണ്. സോ യു സ്റ്റഡി ഓൺലി ദിസ് വാല്യൂ 68%. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് സിമ്പിൾ ക്യൂബ്. ഒരു സിമ്പിൾ ക്യൂബിനെ സംബന്ധിച്ച് ഇഫക്റ്റീവ് ആറ്റം നമ്മൾ കണ്ടതാണ്, അതായത് പ്രിമിറ്റീവ് ക്യൂബിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അവിടെ ഇഫക്റ്റീവ് ആറ്റംസ് 1 ആണ്. അതുകൊണ്ട് വോളിയം ഒക്യുപ്പൈഡ് ബൈ എ സ്പിയർ ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. സോ ദ വാല്യൂ ഈസ് 52.4%. So you study only these values, that is packing efficiency of FCC as 74%, packing efficiency of BCC as 68%, and packing efficiency of simple cubic as 52.4%. Okay. Then we have to study an equation to find out the density of a unit cell. How will you find out the density of unit cell? The equation is Zm by A cube into Na. What is Z? That is the effective number of atoms. For an FCC, the effective number of atoms is 4, and for a BCC it is 2, and for primitive crystal the value of Z is 1. Then M stands for molar mass, A is the edge length, and Na is the Avogadro number. While substituting these values, we will get the density of the unit cell. Okay. Then now we have to study the imperfections in solids. What is imperfections? First of all, we have to know what is a perfect crystal. എന്താണ് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ? അത് പറഞ്ഞാലേ നമുക്ക് ഇംപെർഫെക്ഷൻസ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് പ്രധാനമായിട്ടും അയോണിക് ക്രിസ്റ്റലിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണ്. ഒരു അയോണിക് ക്രിസ്റ്റലാണെങ്കിൽ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ഒരു അയോണിക് ക്രിസ്റ്റലാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടുള്ളത് Na+ ആൻഡ് Cl- അയോൺസ് ആണ്. എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അത് അവിടെ നോക്കൂ. ഒരു Na+ കഴിഞ്ഞാൽ Cl-, അത് കഴിഞ്ഞാൽ അടുത്ത Na+, Cl-, ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ക്രിസ്റ്റൽ ഇരിക്കുന്നത്. ഇതാണ് ഒരു ക്രിസ്റ്റലിൻ്റെ യഥാർത്ഥത്തിലുള്ള അറേഞ്ച്മെൻറ്റ്. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ. എല്ലാ ക്രിസ്റ്റൽസും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ 0 കെൽവിന് മുകളിൽ എല്ലാവർക്കും ഡിഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. 0 അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ക്രിസ്റ്റൽസിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കണക്കാക്കും. നമ്മൾ ഐഡിയൽ ഗ്യാസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിക്കുന്നത് പോലെ തന്നെ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ക്രിസ്റ്റൽസ് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ പെർഫെക്റ്റ് ഓർഡർ ഉണ്ടായിരിക്കും. എന്നാൽ 0 കെൽവിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ അതിൽ ഡിഫക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ട്? ക്രിസ്റ്റൽ ഡിഫക്ട്സ് എത്ര തരത്തിലുണ്ട്? ക്രിസ്റ്റൽ ഡിഫക്ട്സ് 3 തരമാണ് ശരിക്കും. അതായത് പോയിന്റ് ഡിഫക്ട്സ് ആണ് അതിന് പ്രധാനമായിട്ട് പറയുന്നത്. പോയിന്റ് ഡിഫക്ട്സ്, സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോയിക്കിയോമെട്രിക് ആൻഡ് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ്, ഇങ്ങനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ ഈ സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്ട്സ് മീൻസ് നമ്മൾ എടുക്കുന്ന ക്രിസ്റ്റലിലുള്ള ആനിയോൺസിൻ്റെയും കാറ്റിയോൺസിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ക്രിസ്റ്റലിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റിനാണ് പറയുന്നത് സ്റ്റോയിക്കിയോമെട്രിക് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. എത്ര പോസിറ്റീവ് അയോൺ ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് അയോൺ ഉള്ള ക്രിസ്റ്റലായിരിക്കും. അങ്ങനെയുള്ള ക്രിസ്റ്റൽസിൽ 2 തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയും, മറ്റൊന്ന് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ എന്താ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇതവിടെ നോക്കൂ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ നമ്മൾ ആദ്യം വരച്ചിരുന്നു. ആ പെർഫെക്റ്റ് ക്രിസ്റ്റലിൽ നിന്ന് ഇവിടെ ഒരു നെഗറ്റീവ് അയോൺ കാണുന്നില്ല, ഒരു പോസിറ്റീവ് അയോണും കാണുന്നില്ല. 2 പേരും മിസ്സിംഗ് ആണ്. അപ്പോൾ തുല്യ എണ്ണം പോസിറ്റീവും നെഗറ്റീവും അയോൺസ് ക്രിസ്റ്റലിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ക്രിസ്റ്റലിന് അത് മിസ്സാവുകയാണ് ചെയ്യുന്നത്. ക്രിസ്റ്റലിന് മിസ്സാവുന്നു. അപ്പോൾ അവിടെ ഈ നോർമൽ പൊസിഷനിൽ ശരിക്കും ഇപ്പോൾ നെഗറ്റീവ് അയോൺ കാണേണ്ട പൊസിഷനിൽ നെഗറ്റീവിനെ കാണുന്നില്ല, പോസിറ്റീവിനെ കാണേണ്ട പൊസിഷനിൽ പോസിറ്റീവിനെ കാണില്ല. അപ്പോൾ നോർമൽ പൊസിഷനിൽ നിന്ന് ദേ ആർ മിസ്സിങ്. സോ ദർ ഇസ് എ ഡിഫക്റ്റ് ആൻഡ് ദാറ്റ് ഡിഫക്റ്റ് ഇസ് കോൾഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് അതിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്കറിയണം. ഒന്ന് നമ്മൾ പറഞ്ഞു, മിസ്സിങ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആണ്. ഇനി എങ്ങനെയുള്ള ക്രിസ്റ്റൽസ് ആ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക? ഹൈ കോർഡിനേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. കോർഡിനേഷൻ നമ്പർ കൂടുതലായിട്ടുള്ള ക്രിസ്റ്റൽസ് മാത്രമേ ഈ പറയുന്ന ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുള്ളൂ. പ്രധാനമായിട്ടും ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക ആൽക്കലി മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. അതായത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ് പോലെയുള്ള ആൽക്കലി മെറ്റൽസിൻ്റെ ക്രിസ്റ്റൽസ് ആണ് പ്രധാനമായിട്ടും ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്.
അടുത്തത് സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്, ദറ്റ് ഈസ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. എന്താ ഇവിടെ ഉണ്ടായത് നോക്കൂ. ഒരു പോസിറ്റീവ് അയോണിനെ കാണാനില്ല. ആ പോസിറ്റീവ് അയോൺ എവിടേക്ക് പോയിരിക്കുന്നു? ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നു, ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്റ്റലിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെൻസിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. അതേസമയം ഷോർട്ട് കീ ഡിഫക്റ്റിലെ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കുറയും. കാരണം എന്താണ്? അയോൺസ് അവിടെ മിസ്സിംഗ് ആണ്, കാണാതെ പോവുകയാണ്. ഇവിടെ അയോൺസ് മിസ്സിംഗ് അല്ല, സ്ഥലത്തു നിന്നൊന്ന് മാറിയെന്നേ ഉള്ളൂ. പോസിറ്റീവ് അയണിൻ്റെ സ്ഥലത്ത് നിന്ന് ഇൻഡസ്ട്രീഷ്യലിലേക്ക് മാറിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഡെൻസിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. ഇനി എങ്ങനെയുള്ള ക്രിസ്റ്റൽസ് അത് കാണിക്കുക? സാധാരണയായിട്ട് ലോ കോർഡിനേഷൻ നമ്പറുള്ള ക്രിസ്റ്റൽസാണ് ഈ ഡിഫക്റ്റ് കാണിക്കുക. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ക്രിസ്റ്റൽസാണ് ഈ പറയുന്ന ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. ദറ്റ് ഈസ് AgCl, ZnS. Ag, Zn എന്നൊക്കെ പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഒരേ സമയം 2 ഡിഫക്റ്റും കാണിക്കുന്ന ക്രിസ്റ്റൽ, ദാറ്റ് ഈസ് സിൽവർ ബ്രോമൈഡ് ആണ്. അത് ഒരേ സമയം ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ എന്നാണ് കറക്ഷൻ്റെ നിങ്ങൾ തെറ്റ്, ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ് ഒരുപോലെ കാണിക്കുന്ന ക്രിസ്റ്റലാണ് സിൽവർ ബ്രോമൈഡ്. അടുത്ത അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്റ്റ് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നോൺ സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. നോൺ സ്റ്റോയിക്കിയോമെട്രിക് ഡിഫക്റ്റ് 2 തരത്തിലുണ്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, എന്താ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, മെറ്റൽ അധികമായിട്ടുണ്ടാവുന്ന ഡിഫക്റ്റ്, മെറ്റലിൻ്റെ എണ്ണം അധികമായിട്ടുണ്ടാവുന്ന ഡിഫക്റ്റ്. മെറ്റലിൻ്റെ എണ്ണം അധികമായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റലിനെ സംബന്ധിച്ച് അതിലെ പോസിറ്റീവ് അയോൺസിൻ്റെ എണ്ണം കൂടുക, അതിനാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ മെറ്റൽ എക്സസ് ഉണ്ടാവുക നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാവുന്ന കാര്യമാണ്. ഒന്നുകിൽ ക്രിസ്റ്റലിൽ നിന്ന് ഒരു നെഗറ്റീവ് അയോൺ നഷ്ടപ്പെടുക, ദറ്റ് ഈസ് ആനയോൺ വേക്കൻസി. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്ന് നമ്മൾ ആദ്യത്തെ മുകളിലത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് അയോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്റ്റലിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ പോസിറ്റീവ് അയോൺസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അങ്ങനെ അതിന് ഡിഫക്റ്റ് ഉണ്ടാവും, ദറ്റ് ഈസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുക്കുക. സോഡിയം ക്ലോറൈഡിൽ നമുക്കറിയാം Na+ഉം Cl- ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു Cl- പോയാൽ, Cl- എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോണാണ്. നെഗറ്റീവ് അയോൺ പോയിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് അയോണിൻ്റെ വേക്കൻസി സാധാരണയായിട്ട് അതിനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ആ നെഗറ്റീവ് അയോണിൻ്റെ വേക്കൻസിയിൽ ഒരു ഇലക്ട്രോൺ വന്നിരിക്കുകയാണ് ചെയ്യും. ഇങ്ങനെ ആ നെഗറ്റീവ് അയോൺ വേക്കൻസിയിൽ ഒരു ഇലക്ട്രോൺ വന്നിരുന്നുണ്ടെങ്കിൽ അതിന് പറയുക എഫ് സെൻറ്റർ ഫോർമേഷൻ എന്നാണ്. ഈ എഫ് സെൻറ്റർ കൊണ്ടാണ് ക്രിസ്റ്റലിന് കളർ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് എഫ് സെൻറ്റർ കൊണ്ട് കളർ ഉണ്ടാവുന്നത്? അതായത് ഈ ഇലക്ട്രോൺസ് എക്സൈറ്റേഷൻ്റെ സമയത്ത് നമുക്കറിയാം വിസിബിൾ റീജിയനിൽ നിന്ന് എനർജി സ്വീകരിക്കും. ആ എക്സൈറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതിന് പറയാം. അപ്പം ഇങ്ങനെ ഈ Cl- പോയിട്ട് ആ പൊസിഷനിൽ ഒരു ഇലക്ട്രോൺ കയറിയിരിക്കുന്നതിനാണ് പറയുക എഫ് സെൻറ്റർ. ആ എഫ് സെൻറ്ററാണ് ക്രിസ്റ്റലിന് കളർ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ സോഡിയം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന് യെല്ലോ കളർ വരുന്നു? അതിന് കാരണം ഇതാണ്, അവിടെ Cl- പോയിട്ട് പകരം അവിടെ ഇലക്ട്രോൺസ് വരുന്നു. ദാറ്റ് ഈസ് ഡ്യൂ ടു എഫ് സെൻറ്റർ ഫോർമേഷൻ. ഇതേ കാര്യം തന്നെ നമ്മളോട് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കാര്യം ചോദിച്ചാലും ലിഥിയം ക്ലോറൈഡിൻ്റെ, പൊട്ടാസ്യം ക്ലോറൈഡിന് എന്തുകൊണ്ട് വയലറ്റ് കളർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ലിഥിയം ക്ലോറിന് എന്തുകൊണ്ട് പിങ്ക് കളർ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാലും ഇതേ റീസൺ തന്നെയാണ് നമുക്ക് പറയാവുന്നത്. ഇനി അടുത്ത മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള അടുത്ത ഒരു റീസണാണ് നമ്മൾ നോക്കുന്നത്, എക്സസ് കാറ്റയോൺ വരും. ക്രിസ്റ്റൽ പെർഫെക്റ്റ് ക്രിസ്റ്റലായിരിക്കുക, എവിടെയും വേക്കൻസി ഇല്ല, അങ്ങനെയുള്ള ക്രിസ്റ്റലിലേക്ക് പുറത്ത് നിന്ന് ഒരു പോസിറ്റീവ് അയോൺ വരിക. അപ്പോൾ അയാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അയാൾ എവിടെ കയറിയിരിക്കും? ക്രിസ്റ്റലിൻ്റെ ഇടയിൽ ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ വന്നിരിക്കും. ഇങ്ങനെയും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കൊണ്ടാണ് സിങ്ക് ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡിന് ചെറിയൊരു യെല്ലോ കളർ ഉണ്ടാവും. നമ്മളോട് ചോദിക്കാവുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് സിങ്ക് ഓക്സൈഡിനെ ചൂടാക്കുമ്പോൾ അതിന് യെല്ലോ കളർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Zn2+ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യണം. അതിന് ഓക്സിജൻ പോവുകയും ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടും. Zn2+ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യും. അപ്പോൾ നമുക്കവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ പൊസിഷനിൽ എന്താ പറയുക, ഇലക്ട്രോൺസ് വന്നിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോൺസ് വെറുതെ വന്നിരിക്കില്ല. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചതുപോലെ തന്നെ വിസിബിൾ റീജിയൻ എന്ന ലൈറ്റ് അബ്സോർബ് ചെയ്യും അവരുടെ എക്സൈറ്റേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ക്രിസ്റ്റലിന് യെല്ലോ കളർ വരികയും ചെയ്യും.
അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റാണ്. ഡെഫിഷ്യൻസി എന്നുള്ള വാക്കിനർത്ഥം കുറവ്. മെറ്റലിൻ്റെ എണ്ണം കുറയുക, അതായത് പോസിറ്റീവ് അയോൺസിൻ്റെ എണ്ണം കുറയുക. അങ്ങനെ ഡിഫക്റ്റ് ഉണ്ടാവുക എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉണ്ടാവാം, എങ്ങനെയൊക്കെ പോസിറ്റീവ് അയോൺസിൻ്റെ എണ്ണം കുറയാം? 2 തരത്തിലാണ്. ഒന്നുകിൽ കാറ്റിയോൺ വേക്കൻസി വരും. എന്താ കാറ്റിയോൺ വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പോസിറ്റീവ് അയോണിനെ കാണാതാവും. പോസിറ്റീവ് അയോൺ അതിൻ്റെ പൊസിഷനിൽ നിന്ന് മിസ് ചെയ്യും. അപ്പം അവിടെ പോസിറ്റീവ് അയോൺ മിസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവിൻ്റെ എണ്ണമാണ് കൂടുക. അവിടെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റായി. അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള അടുത്തൊരു റീസണാണ് എക്സ്ട്രാ ആനിയോൺ വരും. ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ കാറ്റിയോൺ വേക്കൻസിയുടെ എക്സാമ്പിളും കൂടെ അറിഞ്ഞിരിക്കുക. അതായത് നമ്മളോട് ചോദിക്കാവുന്ന കാര്യമാണ് FeS അയൺ സൾഫൈഡിന് എന്തുകൊണ്ടാണ് ഒരു ഷൈനി അപ്പിയറൻസ് ഉണ്ട്? അതിന് ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണം എന്നാണ് പറയും. അവിടെ സംഭവിക്കുന്ന കാര്യം അതാണ്. അവിടെ കാറ്റിയോൺ വേക്കൻസി ഉണ്ടാകുന്നുണ്ട്. Fe2+ എന്നുള്ളത് Fe3+ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ചേഞ്ച് വരുന്നു. ആ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് വഴിയാണ് അവിടെ ആ FeS എന്ന് പറയുന്ന അയൺ സൾഫൈഡിന് ആ ഒരു ഷൈനി നേച്ചർ ഉണ്ടാവാനുള്ള കാരണം അതാണ്. അവിടെ വരുന്നത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റാണ്. അടുത്ത മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൻ്റെ അടുത്ത റീസണാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്ട്രാ ആനയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരിക. അതായത് നെഗറ്റീവ് അയോൺ അധികമായിട്ട് ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ വരിക. അങ്ങനെ നെഗറ്റീവിൻ്റെ എണ്ണം കൂടുക. അതും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന് കാരണമായിട്ട് വരാം. അടുത്ത അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇംപെർഫെക്ഷൻ ഉണ്ടാവാനുള്ള അടുത്ത ഇംപെർഫെക്ഷനാണ്. ദാറ്റ് ഈസ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. നമുക്ക് വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു പുറത്ത് നിന്നുള്ള ഒരാൾ, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വരാം, അയാൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് വരാം. അങ്ങനെ ക്രിസ്റ്റലിന് ഡിഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതാ നോക്കൂ, നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ വരച്ചിട്ടുണ്ട്. ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ കുറച്ച് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ചേർത്ത് ചൂടാക്കുക വിചാരിക്കാം. സ്ട്രോൺഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിലുള്ള അയോൺസ് Sr2+ ഉണ്ട്, 2Cl- അയോൺസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് ചൂടാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ, സോഡിയം അയോൺ പോയിട്ട് പകരം അയാളുടെ സ്ഥാനത്ത് വേറെ ഇരിക്കുന്നത് Sr2+ ആണ്. അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NAക്ക് ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് പോയാൽ പോരാ, ഒരു Sr2+ ഇരിക്കണമെങ്കിൽ അയാൾക്ക് അത്രയും സ്ഥലം പോരാ. എന്ത് വേണം? 2 Na+ പോകണം. 2 Na+ ക്രിസ്റ്റലിൽ നിന്ന് നഷ്ടപ്പെട്ട് 2 Na+ പോയ സ്ഥലത്താണ് ഒരു Sr2+ വന്നിരിക്കുന്നത്. അപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റാണ്. ഇമ്പ്യൂരിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് സ്ട്രോൺഷ്യം ക്ലോറൈഡാണ്. അപ്പോൾ ഇത്രയാണ് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ നോക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കിയ കാര്യങ്ങൾ പല ക്ലോസ് പാക്കിംഗ് ആണ്. 2 തരം ക്ലോസ് പാക്കിംഗ്, 1 ഡയമെൻഷണൽ പാക്കിംഗ്, 2 ഡയമെൻഷണൽ പാക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. ദെൻ നമ്മൾ കണ്ട് എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നുള്ളത് പഠിച്ചു. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി, ഓരോന്നിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസി എത്ര വിധമാണ്? FCC 74, BCC 68 and simple cubic 52.4%. Then we have studied the equation for density of unit cell. D is equal to Zm/A³ Na. അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആണ്. 3 തരത്തിൽ നമ്മൾ കണ്ടു: സ്റ്റോയിക്യോമെട്രി ഡിഫക്റ്റ്, നോൺ സ്റ്റോയിക്യോമെട്രി ഡിഫക്റ്റ് ആൻഡ് impurity defect. Okay, so all of you study this and we will see the next part in the next class, part 3. Okay, thank you.